നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. പാക് ചാരസംഘടനയുമായുള്ള ബന്ധത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ്. അസം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ മറുപടി നൽകാതെ ഗൊഗോയ്. ജമ്മുകാശ്മീരിൽ സമാധാനം നിലനിർത്തുന്നതിന് മുൻഗണനയെന്ന് ലഫ്റ്റനന്റ് ഗവർണർ. പാകിസ്ഥാൻ പ്രകോപനത്തിന് സൈന്യം ഉചിതമായ മറുപടി നൽകുന്നുണ്ടെന്നും മനോജ് സിൻഹ. ഹമാസിന് അന്ത്യശാസനവുമായി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കും. ഗാസിൽ നിന്നും 20 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച നെതന്യാഹു. ഇറാന്റെ ഭീകര അച്ചുതണ്ട് തകർക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. ഏഞ്ചൽ സിനിമയുടെ നിർമ്മാതാവിന്റെ പരാതിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് നോട്ടീസ്. പണം വാങ്ങിയിട്ട് ചിത്രം പൂർത്തിയാക്കിയില്ലെന്ന പരാതി. 25 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. വാർത്തയിലേക്ക്. പാകിസ്ഥാൻ ചാരസംഘടന ISIയുമായുള്ള ബന്ധം സംബന്ധിച്ച ആരോപണത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയ്. അസം സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം സംബന്ധിച്ച് ഗൗരവ് ഗൊഗോയ് വാർത്താസമ്മേളനം നടത്തിയെങ്കിലും മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് മാത്രമായിരുന്നു ഗൊഗോയുടെ വിശദീകരണം. അതേസമയം മന്ത്രിസഭാ തീരുമാനപ്രകാരം പാകിസ്ഥാൻ പൗരനായ അലി തക്വീർ ഷെയ്ഖിനെതിരെ CID വിഭാഗം FIR രജിസ്റ്റർ ചെയ്തു. ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവും അസമിൽ നിന്നുമുള്ള MPയുമായ ഗൗരവ് ഗൊഗോയുടെയും ഭാര്യ എലിസബത്ത് കോൾബണിന്റെയും പാകിസ്ഥാൻ ബന്ധം അന്വേഷണ പരിധിയിൽ വരുമെങ്കിലും പാകിസ്ഥാൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപദേശകനായ അലി തക്വീർ ഷെയ്ഖിനെതിരെയാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തത്. സാമുദായിക സൗഹാർദ്ദവും രാജ്യത്തിന്റെ താൽപര്യങ്ങളും തകർക്കാൻ ലക്ഷ്യം വെച്ച് ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും പാർലമെന്ററി വിഷയങ്ങളിലും അലി തക്വീർ ഇടപെട്ടതിന് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ UAPയും ചുമത്തിയാണ് കേസ്. ബ്രിട്ടീഷ് പൗരത്വമുള്ള എലിസബത്ത് കോൾബൺ 2023 ഗൗരവ് ഗൊഗോയുമായുള്ള വിവാഹത്തിന് ശേഷവും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. അലി തക്വീർ നേതൃത്വം നൽകുന്ന NGOയ്ക്ക് വേണ്ടിയായിരുന്നു എലിസബത്തിന്റെ പാകിസ്ഥാൻ യാത്ര. ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തിയ ഗൗരവ് ഗൊഗോയ്ക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനായിട്ടില്ല. നിയമ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് AICC നേതൃത്വവുമായി പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായാണ് വാർത്താ സമ്മേളനത്തിൽ ഗൗരവ് ഗൊഗോയ് പറഞ്ഞത്. We have already had a discussion with the legal team of AICC yesterday and we will be taking the next steps forward. But the preliminary discussions have already taken place. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകാത്ത ഗൗരവ് ഗൊഗോയ് എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിവാദങ്ങളിൽ നിന്നും തലയൂരാനായിരുന്നു ശ്രമിച്ചത്. लेकिन 26 के निर्वाचन के बाद उनको जवाब देना पड़ेगा और इसीलिए आज उनके मन में आशंका है. कांग्रेस पार्टी इन 12 महीनों में एकजुट होकर लोगों के पास जाएगी और लोगों के मुद्दों को उठाएगी और अंत में विजय असम के लोगों की. പാകിസ്ഥാൻ ചാരസംഘടന ISISുമായുള്ള ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവിന്റെ ബന്ധം സംബന്ധിച്ച ആരോപണത്തിൽ കോൺഗ്രസ് ആകെ വെട്ടിലായി. ജനം, ഡൽഹി. ജമ്മുകാശ്മീരിൽ സമാധാനം നിലനിർത്തുന്നതിനാണ് മുൻഗണനയെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പാകിസ്ഥാൻ പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. ജമ്മുകാശ്മീർ പോലീസും സുരക്ഷാ സേനയും തമ്മിൽ മികച്ച ഏകോപനമെന്നും മനോജ് സിൻഹ പറഞ്ഞു. नहीं, भारतीय सेना पूरी तरह सन्नद्ध है और मुझे लगता है कि माकूल जवाब बॉर्डर पर भारतीय सेना दे रही है. जम्मू कश्मीर पुलिस और सुरक्षा बलों के साथ अच्छा समन्वय है और उन्हें पूरी तरह निर्देश दिया गया है कि हर हाल में आतंकवाद को कुचलना है, इसी को सिस्टम को समाप्त कर. उससे संबंधित जो भी कार्रवाई है उसमें कोई विराम नहीं लगने वाला है, वो अनवरत जारी रहेगी. और मुझे लगता है कि सर्वोच्च प्राथमिकता होनी चाहिए कि जम्मू कश्मीर में शांति रहे, अमन रहे. ഉത്തരേന്ത്യയിൽ വിവിധയിടങ്ങളിൽ ഭൂചലനം. ഡൽഹിക്ക് പിന്നാലെ ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഡൽഹി, ബീഹാർ എന്നിവിടങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 4 തീവ്രതയും ഒഡീഷയിൽ 4.7 തീവ്രതയുമാണ് രേഖപ്പെടുത്തിയത്. ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നാണ് റിപ്പോർട്ട്.
പുലർച്ചെ 5:39 ഭൂചലനം. ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള ചലനം റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തി. ഭൂമിക്കടിയിൽ നിന്നുണ്ടായ വലിയ ശബ്ദമാണ് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയത്. ആളുകൾ കൂട്ടത്തോടെ പാർക്കുകളിലേക്കും ഗ്രൗണ്ടുകളിലേക്കും ഓടി. बस कोई 10 सेकंड के आसपास आया. अच्छा था. मतलब सब ये सब हिलने लग गए थे. ऐसा लगा था कोई ट्रेन जा रही है, ऐसे नीचे से जा रही है ट्रेन एकदम. तो ऐसे फीलिंग हुई है सबको, बैठने वालों को. और उसके बाद सब न्यूज पे ही आ गया. ന്യൂസ് देखा उसमें 5.36 का भूकंप आया. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് ആളുകൾ തിരികെ മുറികളിലേക്ക് മടങ്ങിയത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. टाइमिंग तो बहुत कम थी, बट स्पीड बहुत ऐसी लगी जैसे कि नीचे से कोई ट्रेन निकल के जा रही है. धर 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 करके हमें लगा. हम तो सोचे कोई ट्रेन आई है, बहुत स्पीड में ट्रेन आई है, जो है ऐसा महसूस हुआ हमारे को, जो है. और फिर हमने जो है न्यूज वगैरह लगाई, तो न्यूज वगैरह में पता लगा कि दिल्ली एनसीआर में जो है 5.36 का जो है भूकंप आया है. बस हमारी तो यही है कि भी जो है सब सुरक्षित हों. अभी सर 5-10 मिनट पहले हुआ था, एकदम से झटका लगा, एकदम से. मतलब छोटा भी नॉर्मल भी नहीं था. मतलब ऐसा लगा कि हाँ कि जमीन से हिल गई थी. मतलब ये काउंटर सब हिल रहा था. ये एकदम 2 सेकंड का होगा एकदम से. ये हमारे सामने कस्टमर भी खड़े थे, वो भी लेडीज वगैरह वो भी चिल्लाने लगी थी. बहुत तेज था. मतलब ഡൽഹിയിലുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഉത്തർപ്രദേശിലും ഹരിയാനയിലും അനുഭവപ്പെട്ടു. എങ്ങും ആളപായമോ മറ്റ് നാശനഷ്ടമോ ഇല്ല എന്നത് ആശ്വാസകരമായി. ജനം, ഡൽഹി. ഏഞ്ചൽ സിനിമയുടെ നിർമ്മാതാവിന്റെ പരാതിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് നോട്ടീസ്. പണം വാങ്ങിയിട്ട് ചിത്രം പൂർത്തിയാക്കിയില്ലെന്നാണ് പരാതി. 25 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. ഹർജിയിൽ മറുപടി നൽകാൻ മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 2018 ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിന്റെ 80% ചിത്രീകരണവും പൂർത്തിയായി. ബാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ മണിപ്പൂരിൽ ആശങ്ക ഒഴിയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയുധശേഖരങ്ങൾ പിടിച്ചെടുക്കുന്നത് തുടരുകയാണ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു. വിവിധയിടങ്ങളിൽ നിന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. മെയ്തി, കുക്കി കേന്ദ്രങ്ങളിൽ ഒരുപോലെ റെയ്ഡ് നടന്നു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ഒറ്റപ്പെട്ട അക്രമ സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെയ്തി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇംഫാൽ താഴ്വരയിൽ രാഷ്ട്രപതി ഭരണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നുണ്ട്. എന്നാൽ മലയോര മേഖലകളിൽ കുക്കി കേന്ദ്രങ്ങൾ രാഷ്ട്രപതി ഭരണത്തെ സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി 9 മുഖ്യമന്ത്രി എൻ ബൈരൻ സിംഗ് രാജിവെച്ചത്. രാഷ്ട്രപതി ഭരണം മുന്നിൽ കണ്ടാണ് മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബല്ലയെ കേന്ദ്രം മണിപ്പൂർ ഗവർണറായി നിയോഗിച്ചത്. മണിപ്പൂർ ഇത് 11ാം തവണയാണ് രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വരുന്നത്. ജനം, ഡൽഹി. ഗാസയിലെ ഒരു വിഭാഗം ജനതയെ മാറ്റിപ്പാർപ്പിക്കുന്നത് നടപ്പാക്കാൻ തയ്യാറെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലാണ് താനെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഗാസയിലെ 20 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഇവരെ മാറ്റണമെന്നായിരുന്നു ട്രംപ് നിർദ്ദേശിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശന വേളയിലും ട്രംപ് ഇക്കാര്യം മുന്നോട്ട് വച്ചിരുന്നു. മാറ്റിപ്പാർപ്പിക്കൽ യാഥാർത്ഥ്യമാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. In a war zone, people leave. We try to get the population to leave, to get them out of harm's way in Hamas with rifles, with gunfire, try to prevent them from leaving. So we move them around so that they would get out of harm's way. But if people want to leave, if they want to emigrate, it's their choice. And I think President Trump's plan is right on the dot. ആയിരക്കണക്കിന് ഗാസൻ ജനത പലായനം ചെയ്തു കഴിഞ്ഞു. ഹമസ് തോക്കിൻ മുനയിൽ നിർത്തിയാണ് അവരെ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. That President Trump has presented a bold new vision and the only plan that I think can work to enable a different future for the people of Gaza, for the people of Israel, for the surrounding areas. Why not give Gazans a choice? Everybody said this is the largest open-air prison in the world. Not because of us. We let people leave. In fact, if you want to know, over the last couple of years, 2 years I think, 150,000 Gazans left. You know how they left? Because they bribed their way out, not to us. ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സൂചനകൾ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്നും പുറത്തുവരുന്നത്.
ഇന്റർനാഷണൽ ഡെസ്ക് ജനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താനുള്ള നിർണായക യോഗം ഡൽഹി സൗത്ത് ബ്ലോക്കിൽ നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ, നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നാളെ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, യോഗം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സുപ്രധാനമായ യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അദ്ദേഹം 2020 ഒക്ടോബർ മാസം ചുമതലയേറ്റ് ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ, അതായത് 31 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അദ്ദേഹം നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയധികം തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും 31 നിയമസഭകളിലേക്കും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടത്തി. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ പാനൽ പ്രകാരം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് ഈ പാനലിലുള്ളത്. അവരുടെ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹമാസിന് അന്ത്യശാസനം നൽകിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ ഭരണരീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നും ഇറാന്റെ ഭീകര അച്ചുതണ്ട് ഇല്ലാതാക്കുമെന്നും മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. ആണവശക്തിയാകാനുള്ള ഇറാന്റെ നീക്കങ്ങൾക്ക് തടയിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളുടെയും പ്രതികരണം. വെടിനിർത്തൽ ധാരണകൾക്ക് പിന്നാലെ ഹമാസിനെ പട്ടാളഭരണം നടത്തുന്ന മിലീഷ്യയായി തുടരാനാവില്ലെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ലെബനനിലെ ഹിസ്ബുള്ളയോടുള്ള നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും ഉണ്ടാവുകയെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. Hamas cannot continue as a military or government force. And frankly, as long as it stands as a force that can govern or as a force that can administer or as a force that can threaten by use of violence, peace becomes impossible. They must be eliminated. They must be eradicated. പശ്ചിമേഷ്യയിലെ ഭീകര സംഘടനകൾക്ക് പിന്നിൽ ഇറാനാണ്. സ്വയം ആണവശേഷി നേടി ശക്തിയാർജിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. We talk about Hamas, or we talk about Hezbollah, or we talk about violence in the West Bank, or we talk about destabilization in Syria, or we talk about any of these issues, the militias in Iraq, they all have behind them one common theme: Iran. And that must be addressed. And there can never be a nuclear Iran. A nuclear Iran that could then hold itself immune from pressure and from action. That can never happen. രണ്ടാം ഘട്ട വെടിനിർത്തൽ ധാരണയിൽ ബന്ദികളെ മുഴുവനും മോചിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. We will eliminate Hamas's military capability and its political rule in Gaza. We will bring all our hostages home. And we will ensure that Gaza never again poses a threat to Israel. മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമാക്കണമെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. കർണാടക മാണ്ടിയിൽ 15-കാരന്റെ കയ്യിലിരുന്ന തോക്കിൽ നിന്നും അബദ്ധത്തിൽ വെടിയുതിർന്ന് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കുട്ടിയുടെ അമ്മയ്ക്കും പരിക്കേറ്റു. പശ്ചിമ ബംഗാളുകാരായ തൊഴിലാളികളുടെ മകനാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു സംഭവം. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് കളിക്കുന്നതിനിടയിലാണ് അപകടം. കാലിന് പരിക്കേറ്റ കുട്ടിയുടെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.